ചെറുപയർ കുറുമ ഉണ്ടാക്കിയാലോ? അടിപൊളി ടേസ്റ്റാണ്. രാവിലത്തെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇത് ഉണ്ടാക്കാൻ ഞാൻ 2 കപ്പ് ചെറുപയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി പാലിന് വേണ്ടി ഞാൻ തേങ്ങ കുറച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ടടിച്ച് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എടുക്കണം. ഞാൻ മെയിനായിട്ട് എടുത്തത് 2 ഉരുളക്കിഴങ്ങാണ്. ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. പിന്നെ ഒരു സവാള, പിന്നെ ഒരു തക്കാളി, പിന്നെ 4-5 പച്ചമുളക്. ഇനി ഇതൊന്ന് തൊലി കളഞ്ഞ് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. മീഡിയം സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇതാണ് മെയിനായിട്ട് എടുത്ത വെജിറ്റബിൾസ്. ഇതിൻ്റെ കൂടെ ക്യാരറ്റ് എടുക്കാം, പിന്നെ ഗ്രീൻ പീസ് എടുക്കാം. അതൊന്നും ഞാൻ എടുത്തില്ല, നിങ്ങൾക്ക് വേണ്ടി അതൊക്കെ എടുക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കടുകൊന്ന് കടുക് ലാസ്റ്റാണ് ഇടുന്നത്. നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വെന്ത് വന്നാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സായി വന്നാൽ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്ത പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊതിർത്ത് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 5-6 മണിക്കൂറാണ് വെള്ളത്തിലിട്ടത്. ഒന്ന് പൊതിർത്തെടുത്തത്. തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൈസസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തില്ല. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി മൂടി വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കണം. ചെറുപയറും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരണം. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് മൂടി മാറ്റാം. ഇപ്പം ചെറുപയറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുപയർ കുറുമ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടി കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് താളിക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 2-3 വറ്റൽമുളക്. ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് വേവിപ്പിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയുള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് വന്നാൽ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കിന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൂടി മാറ്റി അതിലേക്ക് നമുക്ക് ഈ ചെറിയുള്ളി ഒഴിച്ചു കൊടുക്കാം.
ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറുപയർ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് രാവിലത്തെ ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.